Hi, a very pleasant good morning, all of you. How are you feeling today? Are you okay? I hope so. Are you happy? I hope so. It's me, Abu Misna Bashir, psycholinguistic human excellence and inspirational facilitator, neuro-linguistic programming NLP certified master practitioner. First of all, warm welcome to the online sessions, communicative English online session, task 3. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെഡ് 4 ഭാഗങ്ങളാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു. ദർ ആർ 4 പാർട്സ് ഫോർ ദ സ്പോക്കൺ ഇംഗ്ലീഷ്. ഫസ്റ്റ് വൺ ഹെഡ്, എനർജൈസർ, ബോഡി ആൻഡ് ടെയിൽ. ഹെഡ് we can consider it as 2 parts, right and left, plural and singular. Plural subjects are I, you, they, we, Rahim and Raju. Singular subjects are he, she, it, everybody, everyone, somebody, someone, anybody, anyone, nobody, no one, and Pokan. These are the singular subjects. We already discussed that. Today, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓരോ വാക്കുകൾ എങ്ങനെയാണ് കഴിഞ്ഞു പോയ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി, അത് കഴിഞ്ഞു പോയ നടന്നു പോയ ഒരു സംഭവമാണ്, അതിനെക്കുറിച്ച് എങ്ങനെ പറയാമെന്ന് വളരെ സിമ്പിളായിട്ട് സ്ലോലി നമുക്കതെങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു സെഷനിൽ. സാധാരണ നമുക്കറിയാം, വിളിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക, കോൾ എന്നാണ് അല്ലേ? ശരി. അപ്പോൾ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ കോൾഡ് എന്നായി മാറും. നമ്മൾ വിളിച്ചു എന്നായി. ഇനി നമുക്കറിയാം പോവുക, വരിക, ഇതൊക്കെ എന്താണെന്ന് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം. പോവുക എന്നുള്ളത് നമ്മൾ പറയുന്നത് ഗോ എന്നാണ് പോവുക എന്ന് പറയുക. അപ്പോൾ പോയി എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ വെൻറ്റ് എന്നാക്കി മാറ്റാം. പിന്നീട് നമുക്ക് വരിക എന്നുള്ളതിന് പറയുന്നത് സാധാരണ കം എന്നാണ് അല്ലേ? നമുക്കറിയാം വരിക കം. വന്നു എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, അത് കം എന്നുള്ളത് കെയിം ആയി മാറും. സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ് എന്നാണ് നമുക്കറിയാം. അപ്പോൾ സഹായിച്ചു എന്ന് പറയുമ്പോൾ ഹെൽപ്ഡ്. അപ്പോൾ ഹെൽപ്ഡ് എന്നാണ് പറയുമെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. ഹെൽപ്ഡ് എന്നൊക്കെ പറയുമ്പോൾ കോൾഡ് എന്നിങ്ങനെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് ഏറ്റുകൂട്ടിയാൽ വായിച്ചിരിക്കുന്ന പോലെ വല്ല അത്ര കേൾക്കാനൊരു സുഖമില്ല. അപ്പം നമുക്കതിനെ ഒന്നുകൂടി സ്മൂത്തായിട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് അപ്ലൈ ചെയ്ത് പറയുമ്പോൾ എങ്ങനെ പറയുക, കോൾഡ്. ഹെൽപ്ഡ് എന്തായി മാറും, പിട് എന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഹെൽപ്ഡ് എന്നായി മാറും. അപ്പോൾ സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പാണ്, സഹായിച്ചു എന്ന് പറയാൻ ഹെൽപ്ഡ് എന്നാണ്. ഇനി ഒരു സാധനം കുടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഡ്രിങ്ക് എന്നാണ് കുടിക്കുക എന്നുള്ളതിന് പറയാം അല്ലേ? അപ്പോൾ കുടിച്ചു എന്ന് പറയാൻ അതിനെന്ത് ചെയ്യുക, ഡ്രാങ്ക് എന്നാണ് പറയുക. കുടിച്ചു, ഡ്രാങ്ക്. അപ്പം ഇനി നമ്മളൊരു സബ്ജക്റ്റുകൾ പഠിച്ചു. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി, എവ്രിവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഹെഡ് പഠിച്ചു. ഇത് നമുക്ക് ഇതിനെ ഓരോ ആക്ഷനിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ, ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, കഴിഞ്ഞു പോയ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സബ്ജക്റ്റുകൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ പറയാൻ നോക്കാം. ഉദാഹരണത്തിന് പറയാം, വിളിക്കുക എന്നുള്ളതിന് കോൾ, വിളിച്ചു, കോൾഡ് അല്ലേ? അപ്പം നീ വിളിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം, യു കോൾഡ്. ഓക്കെ. ഇനി വിളിച്ചോ എന്ന് ചോദ്യമാക്കി ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇന്നലെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എനർജൈസർ എന്ന് പറയുന്നൊരു സംഭവം. എനർജൈസറിൽ നമ്മൾ ഫസ്റ്റ് VVIP ഫാമിലിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ബി ഫാമിലി, ഡു ഫാമിലി, ഹാവ് ഫാമിലി. ബി ഫാമിലി ദർ ആർ 5 members, ഈസ്, ആം, ആർ, വാസ്, വെയർ. ഡു ഫാമിലി എന്ന് പറഞ്ഞാൽ TTT ആണ്, അഥവാ ഡി, ഇറ്റ് ബിഗിൻസ് വിത്ത് ഡി ഇംഗ്ലീഷ് ആൽഫബറ്റിക് ലെറ്റർ. ദാറ്റ്സ് വൈ വി കോൾഡ് TTT. അപ്പോൾ അതിനെ നമുക്ക് ഡി, ഡസ്, ഡു, ഡിഡ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ഹാവ് ഫാമിലി പഠിച്ചു, ഹാസ്, ഹാവ്, ഹാഡ്. ഇതിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽപ്പെട്ട ഒരു ഇതാണ് നമ്മൾ ഡിഡ് എന്ന് ഉപയോഗിക്കാം, കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കാൻ. അപ്പോൾ ഡസ്, ഡു, ഡിഡ് ഉണ്ട്. അതിൽ കഴിഞ്ഞു പോയൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് വിളിച്ചു എന്ന് പറഞ്ഞാൽ കോൾഡ്, നീ വിളിച്ചു, അപ്പോൾ യു കോൾഡ് എന്നായി. ഇനി അത് ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ എന്താ വേണ്ടത്, അപ്പം നമ്മൾ ഡിഡ് അതിൽ ഉപയോഗപ്പെടുത്തി പറയാൻ ശ്രമിക്കാം. അപ്പം എങ്ങനെ പറയുക, ഡിഡ് ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് ആദ്യം കൊണ്ടുവരാം. എന്നിട്ട് പറയുക ഡിഡ് യു
കോൾ, പിന്നെ കോൾഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൾ എന്ന് പറഞ്ഞാൽ മതി. കോൾഡ് എന്നാക്കി മാറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഓൾറെഡി കോൾഡ് എന്ന് പറയുന്നത് കോൾ പ്ലസ് ഡിഡ്, ഇത് രണ്ടും കൂടിയപ്പോഴാണ് കോൾഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹെൽപ്പ് പ്ലസ് ഡിഡ് ആണ് ഹെൽപ്ഡ് എന്ന് പറയുന്നത്. വാക്ക് പ്ലസ് ഡിഡ് ആണ് വാക്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി വാക്ഡ്, കോൾഡ്, ഹെൽപ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഓൾറെഡി ഡിഡ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഡിഡിനെടുത്ത് പുറത്തേക്ക് വെക്കുക. എന്നിട്ട് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പോൾ ഡിഡ് ആദ്യം വെക്കുക. ഡിഡ് യു കോൾ, ഡിഡ് യു കോൾ. അപ്പോൾ ഡിഡ് യു കോൾ എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു രസം, ഒരു സുഖം തോന്നില്ല. അപ്പോൾ ഒന്നുകൂടി വളരെ സിമ്പിളായിട്ട് അതിനെ നമുക്ക് എങ്ങനെ പറയാം, ഡിഡ് എന്നതിനെ ഒന്നും കൂടി ഡി ജ് എന്ന സൗണ്ടിലേക്ക് മാറ്റുക. അതാണ് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ, ഡിജ്. അപ്പോൾ എങ്ങനെ പറയും, ഡിഡ് യു കോൾ. കോൾഡ് എന്ന് പിന്നെ പറയരുത്, കാരണം ഡിഡ് കോൾഡ് എന്നതിൻ്റെ ഉള്ളിലുള്ള ഡിഡ് പുറത്തു വന്നു. അപ്പോൾ നമുക്കിനി എന്ത് പറയാം, ഡിഡ് യു കോൾ എന്ന് പറയാം. അപ്പോൾ നീ ഇന്നലെ വിളിച്ചോ, എങ്ങനെ പറയും, ഡിഡ് യു കോൾ യെസ്റ്റർഡേ. ഇന്നലെ എന്നുള്ളത് എന്താ പറയുക, യെസ്റ്റർഡേ. അപ്പോൾ വിളിച്ച് കഴിഞ്ഞ ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ യെസ്റ്റർഡേ വെക്കുന്നത്. അപ്പോൾ നാളെ എന്നല്ല വിളിച്ച് കഴിഞ്ഞാൽ നാളെ വിളിച്ചു എന്ന് ആരും പറയില്ലല്ലോ, ഇന്നലെ വിളിച്ചു എന്നല്ലേ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യെസ്റ്റർഡേ ചേർക്കുന്നത്. അപ്പോൾ യെസ്റ്റർഡേ എവിടെ ചേർക്കുക, ഈ ഒരു വാക്കിൻ്റെ അവസാനം, വാചകത്തിൻ്റെ അവസാനത്തിൽ യെസ്റ്റർഡേ ചേർത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പറയും, നീ ഇന്നലെ വിളിച്ചോ, നീ യു. അപ്പോൾ അത് വിളിച്ചു, കോൾഡ്. അപ്പോൾ യു കോൾഡ് പറഞ്ഞാൽ നീ വിളിച്ചു എന്നാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് ആദ്യം വെക്കുക. അപ്പോൾ എങ്ങനെ പറയും, ഡിഡ് യു. ഡിഡിന് നമ്മൾ ഡിഡ് എന്നതിന് പകരം നമ്മൾ ഉച്ചരിക്കേണ്ടത് അതല്ല, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഡിഡ് എന്നാണ്. അപ്പോൾ എങ്ങനെ പറയും, ഡിഡ് യു കോൾ. ഡിഡ് യു കോൾ ഇന്നലെ, യെസ്റ്റർഡേ. ഡിഡ് യു കോൾ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്നാണ് ഇന്നലേക്ക് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ അതിനൊന്നും കൂടി നമ്മൾ മാറ്റി പറയാൻ ശ്രമിക്കുക. അങ്ങനെ യെസ്റ്റർഡേ എന്നുള്ളതിനെ യെസ്റ്റർഡേ ഒന്ന് പറഞ്ഞു നോക്കെ, യെസ്റ്റർഡേ ഒന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. യെസ്റ്റർഡേ, യെസ്റ്റർഡേ. അപ്പോൾ നമ്മൾ പറയും, ഡിഡ് യു കോൾ യെസ്റ്റർഡേ, നീ ഇന്നലെ വിളിച്ചോ. ഇനി പോയോ എന്നാണെങ്കിൽ ചോദിക്കുന്നെങ്കിൽ, പോകുക എന്നുള്ളത് നമുക്കറിയാം ഗോ എന്നാണ്. അപ്പോൾ പോയോ, അപ്പോൾ ഡിഡ് നമ്മൾ ആദ്യം വെക്കുക. അപ്പോൾ എങ്ങനെ പറയും, ഡിഡ് യു ഗോ യെസ്റ്റർഡേ, നീ ഇന്നലെ പോയോ. ഡിഡ് യു ഗോ യെസ്റ്റർഡേ. വരിക എന്നാണെങ്കിലോ, വരിക എന്നുള്ളത് നമുക്കറിയാം കമ്മാണ്. അപ്പോൾ യു കം എന്ന് പറഞ്ഞാൽ നീ വരിക എന്നാണ്. വന്നു എന്ന് പറയുകയാണെങ്കിൽ കെയിം എന്നാണ്. അപ്പോൾ യു കെയിം എന്ന് പറഞ്ഞാൽ നീ വന്നു എന്നാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ കെയിം എന്ന് പറയാൻ പാടില്ല, കം എന്നാണ്. കെയിം ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കം പ്ലസ് ഡിഡാണ് കെയിം എന്നായി മാറുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഡിഡ് വന്നു കഴിഞ്ഞാൽ, ഡിഡിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കെയിം എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് പകരം ആദ്യത്തെ ഫോമായ കം പറയാം. ഇംഗ്ലീഷിൽ 3 ഫോമുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 3 ഫോമുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫോമുകൾ ഉപയോഗിക്കുക. അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ഇനി നമ്മൾ പറയേണ്ടതാണ്, ഡിഡ് യു കം, നീ വന്നോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡിഡ് യു കം. ഡിഡ് യു കെയിം എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. അതേസമയത്ത് യു കെയിം എന്ന് പറഞ്ഞാൽ നീ വന്നു എന്നാണ്. ഇനി ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം പിന്നെ കെയിം എന്ന് പറയാൻ പാടില്ല. അതിന് പകരം ആദ്യത്തെ ഫോമിലേക്ക് മാറ്റി പറയാം, ഡിഡ് യു കം യെസ്റ്റർഡേ, ഇന്നലെ. അപ്പോൾ ഡിഡ് യു കം യെസ്റ്റർഡേ. ഇനി ഒന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക ഓരോന്നായിട്ട്. നീ വിളിച്ചോ, എങ്ങനെ പറയാ, ഡിഡ് യു കോൾ യെസ്റ്റർഡേ, നീ ഇന്നലെ വിളിച്ചോ. ഡിഡ് യു കോൾ യെസ്റ്റർഡേ. നീ പോയോ, ഡിഡ് യു ഗോ യെസ്റ്റർഡേ. ഇനി നീ വന്നോ, ഡിഡ് യു കം യെസ്റ്റർഡേ, നീ ഇന്നലെ വന്നോ. നീ സഹായിച്ചോ, നീ ഇന്നലെ സഹായിച്ചോ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയുക, ഡിഡ് യു ഹെൽപ്പ്. സഹായിച്ചു എന്ന് പറയുമ്പോൾ ഹെൽപ്ഡ് എന്നാണ്. പക്ഷെ അതിലൊരു ഹെൽപ്പ് പ്ലസ് ഡിഡ് കൂടിയപ്പോഴാണ് ഹെൽപ്ഡ് എന്നായത്. ഇനി ഡിഡ് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡിനെ ഫസ്റ്റ് കൊണ്ടുവരുമ്പോൾ എങ്ങനെ പറയും, ഡിഡ് യു ഹെൽപ്പ് എന്നേ പറയാൻ പാടുള്ളൂ, പിന്നെ ഹെൽപ്ഡ് എന്ന് പറയരുത്. അപ്പോൾ അതിന് പറയാൻ എങ്ങനെ പറയാം, ഡിഡ് യു ഹെൽപ്പ് യെസ്റ്റർഡേ. ഡിഡ് യു ഹെൽപ്പ് യെസ്റ്റർഡേ, നീ ഇന്നലെ സഹായിച്ചോ. ഇനി കുടിച്ചോ എന്നാണെങ്കിൽ എങ്ങനെ പറയുക, കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക് എന്നാണ്. കുടിച്ചു എന്നുള്ളതിന് ഡ്രാങ്ക് എന്നാണ് പറയുക. അപ്പം നമ്മളെങ്ങനെ പറയും, ഇനി കുടിച്ചോ, നീ കുടിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു ഡ്രിങ്ക് യെസ്റ്റർഡേ, നീ ഇന്നലെ കുടിച്ചോ. ഡിഡ് യു ഡ്രിങ്ക് യെസ്റ്റർഡേ, ഇങ്ങനെ പറയാം. ഇനി ഇത്രയും കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ അതിൻ്റെ മലയാളം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ഹെയർ. താങ്ക് യു, ഗുഡ് ബൈ, ബൈ ബൈ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.